കൊച്ചിയിൽ പോലീസിന് രാത്രി പരിശോധനയിൽ കുടുങ്ങിയത് നിരവധി പേർ. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് 185 പേരും ലഹരി മരുന്ന് കൈവശം വെച്ച 30 പേരും പോലീസ് പരിശോധനയിൽ കുടുങ്ങിയിട്ടുണ്ട്. കൊച്ചിയിൽ ആക്രി കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയാൽ എക്സൈസിന്റെ പിടിയിലായി. എസ് രാഗൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗൻ, ഒരു രാത്രി കൊണ്ട് നിരവധി നിയമലംഘകരെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. തീർച്ചയായും കൊച്ചിയിൽ രാത്രികാല പരിശോധനയാണ് നടത്തുന്നത്. പ്രത്യേകിച്ചും വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വ്യാപക പരിശോധന നടത്തി പോലീസിന്റെ സംയുക്ത പരിശോധനയാണ് ഉണ്ടായത്. അതിൽ പ്രത്യേകിച്ചും കൊച്ചിയിൽ നിരവധി പേർ ഇത്തരത്തിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു എന്നതാണ് ഇപ്പോൾ ബോധ്യമായിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായി അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് മുന്നിലേക്ക് വന്നിട്ടുമുണ്ട്. എന്തായാലും അങ്ങനെ 184ഓളം പേർ കുടുങ്ങി. അതോടൊപ്പം തന്നെ ആണ് ലഹരി മരുന്ന് കൈവശം വെച്ചതിന് 30ഓളം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ പോലീസുമായി ബന്ധപ്പെട്ട് അതിന്റെ ഓരോ കേസിലും എത്ര പേർ എന്നത് സംബന്ധിച്ചുള്ള വിവരം എടുക്കുകയാണ്. അത് പോലീസ് പറയുന്നു 30ലധികം പേർ വിവിധ സ്റ്റേഷൻ പരിധികളിലായിട്ട് പിടിയിലായിട്ടുണ്ട് ലഹരി കൈവശം വെച്ച ലഹരി കേസിൽ എന്നതാണ് ഇപ്പോൾ പോലീസ് സംഘം അറിയിക്കുന്നത്. എന്തായാലും വ്യാപകമായിട്ടുള്ള ഒരു കോമ്പിംഗ് ഓപ്പറേഷനാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് കഞ്ചാവ് കൈവശം വെച്ചതിന് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ സ്കൂട്ടറിൽ ആണ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. മുഹമ്മദ് അൻവർ ഹുസൈൻ എന്നാണ് പേര്. പശ്ചിമബംഗാൾ സ്വദേശിയാണ്. ആക്രി കച്ചവടത്തിന് മറവിലാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവ് വിൽപ്പന ഇയാൾ നടത്തി വന്നിരുന്നത്. ഇയാളെയും എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ശനി ഞായർ ദിവസങ്ങളിൽ വ്യാപകമായിട്ടുള്ള പരിശോധനയാണ് പ്രത്യേകിച്ചും പോലീസിന്റെ ആണെങ്കിലും എക്സൈസിന്റെ ആണെങ്കിലും അത്തരത്തിലുള്ള ഏജൻസികളുടെ ആണെങ്കിലും നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയധികം പേർ പിടിയിലായിട്ടുള്ളത്.